നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ 50% ഉയർത്തിയ അമേരിക്കൻ തീരുമാനം ബുധനാഴ്ച നിലവിൽ വന്നതോടെ കേരളത്തിന്റെ സമുദ്രോൽപ്പന്ന മേഖലയിൽ കടുത്ത പ്രതിസന്ധി. അമേരിക്കൻ ഓർഡറുകൾ ധാരാളമായി ഉണ്ടായിരുന്നതിനാൽ കോടിക്കണക്കിന് രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങളാണ് കേരളത്തിലെ കമ്പനികൾ ശേഖരിച്ചു വെച്ചത്. 6 മാസം മുമ്പ് തന്നെ അമേരിക്കൻ ഓർഡറുകൾ കേരളത്തിലെ കമ്പനികൾക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഈ ഓർഡറുകളെല്ലാം അമേരിക്ക തൽക്കാലം മരവിപ്പിച്ചിരിക്കുകയാണ്. ഓർഡറുകൾ റദ്ദാക്കിയ നിലയിലാണെന്ന് സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാർ പറയുന്നു. അമേരിക്കയിലേക്ക് മാത്രം പ്രതിവർഷം ഏതാണ്ട് 21,000 കോടിയുടെ സമുദ്രോൽപ്പന്നങ്ങളാണ് കയറ്റി അയക്കുന്നത്. ഈ വർഷം ഇതിന്റെ 10% താഴെ മാത്രമാണ് കപ്പലിൽ പോയിട്ടുള്ളത്. ബാക്കിയുള്ളത് അയക്കാനുണ്ട്. ഇതിൽ അധികവും ചെമ്മീനാണ്. അടുത്ത 6 മാസത്തേക്ക് കയറ്റി അയക്കാനുള്ളവ കമ്പനികളുടെ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ തീരുമാനത്തെ തുടർന്ന് കേരളത്തിൽ നേരത്തെ ശേഖരിച്ചു വെച്ച ചരക്കിന്റെ മൂല്യം ഏതാണ്ട് 50% കുറഞ്ഞെന്നാണ് കണക്കുകൂട്ടൽ. അമേരിക്കൻ ഓർഡറുകൾ മുമ്പിൽ കണ്ട് കോടികളാണ് കയറ്റുമതി കമ്പനികൾ ചെലവാക്കിയത്. അമേരിക്കൻ വാതിലുകൾ അടഞ്ഞതോടെ ഈ നിക്ഷേപം പാഴാകുമെന്ന സ്ഥിതിയാണ്. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി വലിയ തോതിൽ കുറയുന്നതിനാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുമെന്ന് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കണക്കുകൂട്ടുന്നു. ചൈനയും വിയറ്റ്നാമും തായ്ലൻഡും നേരത്തെ നൽകിയ ഓർഡറുകളിൽ നിന്ന് പിന്മാറുന്നതായി ബിസിനസ്സുകാർ പറയുന്നു. തൽക്കാലം ചരക്ക് വേണ്ടെന്നാണ് അവരുടെ നിലപാട്. വില കുറയാനുള്ള സാധ്യതയുള്ളതിനാൽ അതുവരെ കാത്തിരിക്കാനാണ് അവരുടെ നീക്കം. കോടിക്കണക്കിന് രൂപ